ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് എലിയെ തുരുത്താനുള്ള ഒരു അടിപൊളി ടിപ്സ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരുടെ വീട്ടിലും എലിയുടെ ശല്യം ഉണ്ടാകാറുണ്ടല്ലോ. അപ്പൊ നമുക്ക് എലിയെ തുരുത്താനുള്ള ഒരു അടിപൊളി ടിപ്പ് ഷെയർ ചെയ്യാം. അപ്പൊ കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് വേണ്ടത് ഹാർപ്പിക്കാണ് കേട്ടോ. കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് പാറ്റഗുളികാണ്. പാറ്റഗുളിക ഇല്ലാത്തവർക്ക് നമ്മൾ ഒഴിവാക്കിയ പനിയുടെ ഏതെങ്കിലും ടാബ്ലറ്റ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പം എലി വരുന്ന സ്ഥലങ്ങളിൽ, എലി പെരിച്ചായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കാം. അതേ ഗുളിക നന്നായി ഒന്ന് അലിഞ്ഞു വരുന്നുണ്ട്. അപ്പം ഈ ഒരു മിശ്രിതമാണ് നമുക്ക് എലി വരുന്ന ഇടങ്ങളിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു ചെറിയ ഒഴിവാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എലിയുടെ ആ മാളത്തിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. മാളത്തിലൊക്കെ എലി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് കുടിച്ചോളും. ഹാർപ്പിക്കും അതുപോലെ തന്നെ ഗുളികയും പാരസെറ്റമോളിൻ്റെ ഗുളിക അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും എലി ഇത് വന്ന് കഴിച്ചോളൂ കേട്ടോ, കുടിച്ചോളും. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായൊരു ടിപ്പാണ്. തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എലിയൊക്കെ വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഒരു ചിരട്ടയിലോ ആക്കി നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ചിരട്ടയിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി വന്ന് കുടിച്ചോളും. അപ്പോൾ ഹാർപ്പിക്കിൻ്റെ അംശവും അതുപോലെ തന്നെ ഇതിൻ്റെ ഗുളികയുടെ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലൊരു എഫക്റ്റാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൃഷി ചെയ്യുന്ന കറിവേപ്പില ഇവയുടെ അടുത്തൊന്നും ഒരിക്കലും ഇത് വെക്കാതിരിക്കുക. കാരണം അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആ വേരിലൊന്നും ഇത് ഒഴിക്കാതിരിക്കുക. അതിലേക്കൊന്നും ആവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ തീർച്ചയായും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിൻ്റെ മുൻപ് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ഇതിലുള്ളത്. അപ്പം അതിൽ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം വെച്ചിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ അതിൻ്റെ മാളങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ മാളത്തിലും കൂടി ഇത് ഒഴിച്ചു കൊടുക്കാം. അതാകുമ്പോൾ എലി അവിടെ നിന്ന് കുടിച്ചോളും. പിന്നെ നമുക്ക് ഈ ഒരു പരിസരത്തോട്ട് എലിയുടെ ശല്യം ഉണ്ടാവില്ല. ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും വേറൊരു ടിപ്പുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ.